അപ്പോൾ നമുക്ക് ലാലേട്ടൻ്റെ സമയം നോക്കിയിട്ട് ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് എമ്പുരാൻ സിനിമ ഹിറ്റാവുമോ ഇല്ലയോ എന്ന് പറയാം. ഈ ബിസിനസ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് നോക്കാനുള്ള ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ രാജയോഗ ആക്റ്റീവാണെന്ന് നോക്കണം ജാതകത്തിൽ. ഫിനാൻഷ്യൽ രാജയോഗം സാമ്പത്തികമായിട്ട് ഉയർച്ച കിട്ടേണ്ട ദശ അപഹാരങ്ങളാണോ എന്ന് നോക്കണം. ദശ നന്നാവണം, അപഹാരം നന്നാവണം. പ്രൊഡ്യൂസറുടെ സമയം അറിയാം ജാതകം കൊണ്ട് നമുക്ക് ആ സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും രാജയോഗങ്ങളുള്ള ദശയോ അപഹാരത്തിലും അദ്ദേഹം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല സമയമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. പറയുന്ന കാര്യങ്ങൾ 100% കൃത്യമായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ശ്രീ മധുനെടുമ്പള്ളി സാർ, നമസ്കാരം. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. സാർ മുമ്പ് ഒരിക്കൽ പറഞ്ഞു പ്രവചനങ്ങൾ അത് മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമാണോ അതോ ചില പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്കത് സക്സസ് ആകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിനിമ അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടാൻ പോകുന്നു, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റും. നമുക്ക് ജനിച്ച ദിവസവും സമയവും സ്ഥലവും ആരെ പറ്റിയാണോ പറയണേ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും. ഇപ്പം നേരത്തെ ഞാൻ തന്നെ ഇവിടെ വന്ന 2 പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ സിദ്ധരാമയ്യയുടെ സർക്കാർ താഴെ പോകും എന്ന് പറഞ്ഞ് ജയിച്ചു വരും. ബാംഗ്ലൂർ കഴിഞ്ഞ ഇലക്ഷനിൽ BJP തോക്കും, കോൺഗ്രസ് ജയിക്കും. അപ്പോൾ സിദ്ധരാമയ്യയുടെ കൃത്യമായിട്ടുള്ള ജാതകം കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന് ആ സമയത്ത് തൊഴിൽപരമായിട്ട് നല്ല കാലഘട്ടം, അപ്പോൾ തീർച്ചയായിട്ടും മുകളിലേക്ക് വരണം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റി ആ സമയത്ത് ജയിക്കും എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റി. അതുപോലെ തന്നെ മോഡിജി കഴിഞ്ഞ പ്രാവശ്യം ജയിക്കും എന്ന് പറഞ്ഞു. മോഡിജിയുടെ ജാതകം കൃത്യമായിട്ടുള്ള ജാതകമുണ്ട്, എല്ലാവരും പറയുന്ന ജാതകമുണ്ട്. ആ ജാതകം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തൊഴിൽപരമായിട്ട് കർമ്മരംഗത്ത് വളരെ നന്നായിട്ട് നിൽക്കുന്ന സാധനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പദവി പിന്തുടരും, വീണ്ടും അത് തന്നെ തുടരും. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് പറയാം അദ്ദേഹം ജയിക്കും. അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ജോലി പ്രവചിച്ചത്. സുരേഷ് ഗോപിയുടെ ആ സമയത്ത് അദ്ദേഹത്തിന് വളരെ നല്ലൊരു കാലഘട്ടമാണ്. അപ്പോൾ എന്താണെങ്കിൽ അദ്ദേഹം പൊതുജീവിതത്തിലേക്ക് വരും, അല്ലെങ്കിൽ അദ്ദേഹം കർമ്മരംഗം ശോഭിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ജാതകത്തിൽ. 10ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയാനിപ്പോൾ പറഞ്ഞ അവാർഡുകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ കർമ്മരംഗം വളരെ നന്നായിട്ട് നിൽക്കുമ്പോൾ ആ സമയത്ത് നമ്മളിത് ബന്ധപ്പെടുത്തി പറയാം. കൃത്യമായിട്ട് ഫലങ്ങൾ ജയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പറയാൻ പറ്റും. ജാതകം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഈ ട്രംപിൻ്റെ ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഓഗസ്റ്റിൽ ഇന്റർവ്യൂ എടുത്താണ്. ഈ ഇലക്ഷൻ നടന്നത് നവംബറിലാണ്. ഓഗസ്റ്റിൽ തന്നെ നമ്മൾ ട്രംപിൻ്റെ ജാതകവും കമലാഹാരിസിൻ്റെ ജാതകവും നോക്കിയപ്പോൾ കൂടുതൽ യോഗങ്ങളുള്ളത് ആ സമയത്ത് ദശയും അപഹാരവും നന്നായിട്ട് നിൽക്കുന്നത് ട്രംപിനായിരുന്നു. അപ്പോൾ നമ്മൾ ട്രംപ് ജയിക്കാൻ സാധ്യതയെന്ന് തോന്നി. അതുപോലെ തന്നെ വന്നു. അപ്പോൾ അത് നമുക്ക് ജാതകം കൃത്യമായിട്ട് ജനിച്ച ദിവസവും സമയവും സ്ഥലവും അറിയാമെന്നല്ലേ നമുക്ക് പറയാം. ഏത് കാര്യങ്ങളും ഒരു പരിധിവരെയൊക്കെ സമയം കറക്റ്റാണെങ്കിൽ നമുക്ക് ജനിച്ച് പറയാൻ പറ്റും. പക്ഷെ സമയം വേണം. ജനിച്ച ദിവസവും സമയം ജാതകം അനുസരിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത്തിരി റിസ്ക് ഉണ്ട്. പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്. ഇതാണെങ്കിൽ നമുക്ക് ഏകദേശം ഷോർട്ടായിട്ടുള്ള പ്രൊഡിക്ഷൻ കൊടുക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റും. അതുപോലെ ഇതുപോലെ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നു, അപ്പൊ ആ ബിസിനസ്സിൽ എന്തൊക്കെ സാധ്യതകളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ക്രൈസിസ് വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ബിസിനസ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് നോക്കാനുള്ള ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ രാജയോഗ ആക്റ്റീവാണെന്ന് നോക്കണം ജാതകത്തിൽ. ഫിനാൻഷ്യൽ രാജയോഗം സാമ്പത്തികമായിട്ട് ഉയർച്ച കിട്ടേണ്ട ദശ അപഹാരങ്ങളാണോ എന്ന് നോക്കണം. ദശ നന്നാവണം, അപഹാരം നന്നാവണം. ഈ 2 കാലത്താണ് അദ്ദേഹം എന്തെങ്കിലും ഒരു നോക്കുന്ന ആരാണോ ആ ആൾ ഒരു സംരംഭമായിട്ട് മുമ്പോട്ട് ഇറങ്ങാൻ ഉണ്ടെങ്കിൽ, കാരണം ഒരുപാട് പൈസ മുടക്കിയിട്ടുള്ള ബിസിനസ് എപ്പോഴും പൈസ മുടക്കിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതനുസരിച്ച് വരുമാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സാമ്പത്തിക രാജയോഗങ്ങളുള്ള ദശയോ അന്തർദശയോ ഉള്ള കാലഘട്ടത്തിൽ തുടങ്ങിയാൽ അത് ഉറപ്പായിട്ടും വളരെ നന്നായിട്ട് വരും. സാമ്പത്തിക രാജയോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില രാജയോഗങ്ങളുണ്ട്. അപ്പം ഞാൻ നോക്കുന്നത് ജെമിനി മഹർഷിയുടെ അതിൽ സാമ്പത്തിക ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രാജയോഗം എന്ന് പറയുന്നത് മണിപ്രവാള രാജയോഗം എന്ന് പറയും. മണിപ്രവാള രാജയോഗം ഇത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ജന്മന കിട്ടുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ബിസിനസ് അങ്ങനെ തൊഴിലിലെ ഗുണങ്ങൾ ദശാപഹാരങ്ങളിൽ ഇതേ ലോജിക്ക് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതെങ്ങനെ വരുന്നുവോ അത് തന്നെ ദശയിലെ അപഹാരത്തിലും കൊടുത്തു കഴിഞ്ഞാൽ അതും കറക്റ്റായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. റിസർച്ചിന്റെ ഒരു ഇതാണ്. മണിപ്രവാള രാജയോഗമുള്ള ദശയോ അന്തർദശയോ പോകുന്ന ആൾക്ക് ആ സമയത്ത് വളരെയധികം ഗുണങ്ങളുണ്ടാവും. പ്രസിദ്ധി, പ്രഭുത്വം എന്ന് പറയണം. പ്രഭുത്വം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളാവും. അദ്ദേഹം ചെയ്യുന്ന എല്ലാ സംരംഭങ്ങളും വളരെ ഭംഗിയായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ദശയോ അപഹാരമുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മണിപ്രവാള രാജയോഗം പോലെയുള്ള ദശകളും അപഹാരങ്ങളും ഉള്ള ആൾക്കാരുടെ ആ കാലഘട്ടങ്ങളിൽ അവരെടുക്കുന്ന സംരംഭങ്ങൾ 100% നന്നായിട്ട് വരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു നമ്മൾ പറയുന്നത്. അതുപോലെ സിനിമകൾ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു സിനിമ റിലീസ് ആവാൻ പോകുന്നതിന് മുമ്പ് അത് വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ അത് പറയാൻ പറ്റും. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് അതിൽ പൈസ മുടക്കുന്ന ആളാണല്ലോ. പൈസ മുടക്കുന്ന ലാഭം കിട്ടുന്ന അദ്ദേഹത്തിനാണല്ലോ. അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ കൂടുതൽ സിനിമ വളരെ നന്നായിട്ട് വന്നാൽ അതിന്റെ ഗുണം അദ്ദേഹത്തിന് കിട്ടണം. അപ്പൊ അതിന്റെ നിർമ്മാതാവ് ആരാണോ
നിർമ്മാതാവിൻ്റെ കാലഘട്ടം നല്ല കാലഘട്ടം, ഇതുപോലെയുള്ള രാജയോഗങ്ങളൊക്കെ വരുന്ന കാലഘട്ടങ്ങളിലാണ് ആ സിനിമ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ, അനുകൂലമായിട്ടുള്ള ദശ അപഹാരങ്ങളിലാണ് ഈ സിനിമ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആ സിനിമ 100% ഹിറ്റാവും. അങ്ങനെയുള്ള യോഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അടുത്തിറങ്ങാൻ പോകുന്ന സിനിമ എമ്പുരാൻ. എമ്പുരാനിലേക്ക് വരാം. എമ്പുരാൻ എന്ന് പറഞ്ഞാൽ അതെ പറയാം. ഇപ്പൊ എമ്പുരാന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ മലയാള സിനിമ ഉറ്റുനോക്കുന്ന ഒരു സിനിമയാണ്. ഇത്രയും കോടി മുടക്കിയിട്ട് ആദ്യമായിട്ടൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങും. ഇൻഡസ്ട്രി മൊത്തം നോക്കുന്ന ഒരു ഇതാണ് ഈ പടം വളരെ നന്നായിട്ട് വരുമോ എന്നുള്ളത് വളരെ ഒരു നമുക്ക് നോക്കാൻ പറ്റും. കാരണം ഈ പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു മേഖലയാണ് സിനിമാ മേഖല. കാരണം ഞാനിതുപോലെ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ സിനിമയിലേക്കാണ് കുറെ നടന്നിട്ടുണ്ട്. അങ്ങനെ പോയിട്ട് സിനിമയിലൊക്കെ അഭിനയിച്ചു. കഴിഞ്ഞ് പിന്നെ നമ്മൾ ജോലിയൊക്കെ ആയിട്ട് വേറെ രീതിയിലൊക്കെ പോയി. പക്ഷെ അത് പിന്നീട് 10 വയസ്സായപ്പോൾ ഒരു ഓഡീഷൻ കോൾ കണ്ടിട്ട് ഞാൻ എൻ്റെ മോളോട് അയക്കട്ടെടാന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു അച്ഛൻ അയക്കാൻ പറഞ്ഞുള്ളത്. അങ്ങനെ ഞാൻ ചുമ്മാ അയച്ചു. അങ്ങനെ അതിലൊരു അനൂപ് മേനോന്റെ പടം മാൽഗുഡി ഡേയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ സിനിമയിലെ 80 കുട്ടികളിൽ നിന്ന് എൻ്റെ മോളെ ഓഡീഷൻ എടുത്തു. അപ്പൊ അങ്ങനെ എനിക്ക് മനസ്സിലായി എന്തോ സംഭവം ഈ സിനിമ എന്ന സംഭവം ഇവരുടെ ഉള്ളിലും ഉണ്ടെന്നുള്ളത്. അങ്ങനെ അവള് ബാലതാരയുടെ സിനിമയിൽ വന്നു. ഏകദേശം ഒരു 7 സിനിമ വരെ മോള് ചെയ്തു. അപ്പൊ എനിക്ക് വളരെയധികം താല്പര്യമുള്ള മേഖലയാണ് സിനിമ മേഖല. ഇഷ്ടംപോലെ ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. കാരണം ഈ മോളായിട്ടുള്ള ഇതുകൊണ്ട്. അല്ലാതെ അവസാനം മോള് ചെയ്ത പടം ജോഷി സാറിന്റെ പടം ആന്റണി വേഷം ചെയ്യുന്നു. ഇപ്പൊ അവർക്ക് 19 വയസ്സായി. അപ്പൊ ഈ സിനിമ മേഖല എനിക്കും വളരെ ഇഷ്ടമുള്ള മേഖലയാണ്. ഞാൻ ഈ കൊച്ചായിരിക്കും പോലെ എൻ്റെ തൊണ്ട് നടന്ന് സെറ്റ് കൊണ്ട് നടന്ന് പാലും കുപ്പിയൊക്കെ നടന്നിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്ക് ഈ മേഖല വളരെ ഇഷ്ടമുള്ള മേഖലയാണ്. അപ്പൊ ആ സിനിമയിൽ ഒരുപാട് പേരുടെ ഒരു സംരംഭം, ഒരു കൂട്ടായ പ്രവർത്തനം, ഒരു 150 പേരെങ്കിലും സെറ്റിൽ ഉണ്ടാവും. മിനിമം ഒരു 150 പേരെങ്കിലും സെറ്റിൽ ഉണ്ടാവും. വലിയ സെറ്റൊക്കെ 150. അപ്പൊ ഇത്രയും പേരുടെ ഒരു അധ്വാനമാണ്. അതെല്ലാം നിർമ്മാതാവിന്റെ ഒരു ഇതാണ്. ഏകദേശം ലക്ഷങ്ങളാണ് ഒരു ദിവസം ചെലവാകുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സിനിമ ഹിറ്റാവോ ഇല്ലെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ സിനിമ നിർമ്മിക്കുന്ന ആളുടെ സമയം നല്ലതാണെങ്കിൽ, ഇങ്ങനെയുള്ള രാജയോഗങ്ങൾ എന്തെങ്കിലും പോകുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ആ സിനിമ കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്ന ലെവലിൽ മുകളിൽ പോകും. ഇപ്പൊ എമ്പുരാൻ എന്നുള്ള സിനിമ തിരിച്ചതിലേക്ക് വരാം, വിഷയം മാറിപ്പോയി. അപ്പൊ എമ്പുരാൻ എന്നുള്ള സിനിമയിലേക്ക് വരുമ്പോൾ ആ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ തന്നെ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയാണ്. ആശീർവാദ് സിനിമ, സാനഡി പെരുമാവർ അദ്ദേഹം കൂടെ നടത്തുന്ന 2 പേരും നടത്തുന്ന സിനിമ പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിൽ വേറെ നിർമ്മാതാക്കൾ വരുന്നുണ്ട്, ഗോകുലം അങ്ങനെ പലരും വരുന്നുണ്ട്. എന്നാലും നമ്മൾ പ്രധാനമായിട്ട് നോക്കുമ്പോൾ അതിന്റെ തുടക്കം പോലെ ആദ്യം പോലെ ആ സിനിമ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതും അഭിനയിക്കുന്നതും അതുപോലെ തന്നെ അതിനകത്ത് പ്രധാനമായിട്ട് ചുക്കാൻ പിടിക്കുന്നതും നിർമ്മാതാവും എല്ലാം മോഹൻലാലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ലാലേട്ടന്റെ സമയം നോക്കിയിട്ട് ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് എമ്പുരാൻ സിനിമ ഹിറ്റാവുമോ ഇല്ലയോ എന്ന് പറയാം. അപ്പൊ നമുക്ക് ലാലേട്ടന്റെ ഇപ്പോഴത്തെ ജാതകം നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരമനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് പറയാം. ഞാനൊന്ന് ജാതകം എടുത്തോട്ടെ. അപ്പൊ നമുക്ക് ലാലേട്ടന്റെ ജാതകം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലായിടത്തും എല്ലാ പ്രസിദ്ധീകരണങ്ങളും അതുപോലെ ആസ്ട്രോളജി സൈറ്റുകളിലും എല്ലായിടത്തും കൊടുത്തിരിക്കുന്ന അദ്ദേഹം ഡേറ്റ് ഓഫ് ബർത്ത് 21 മെയ് 1960 വൈകുന്നേരം 4:20 പത്തനംതിട്ട എന്നുള്ളതാണ്. ഇടവലഗ്നം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇടവലഗ്നം തന്നെ ആകാനുള്ള കൃത്യമായിട്ടുള്ള ഗ്രഹനിലയാണ്. ഗ്രഹനില നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റാവുന്ന ഒരു ഗ്രഹനിലയാണ്. അപ്പൊ ഈ ഗ്രഹനില അനുസരിച്ച് ഇപ്പോഴത്തെ കാലഘട്ടം അദ്ദേഹത്തിന്, ഞാൻ നോക്കുന്ന ജെമിനിയാണ്, അതിനകത്ത് കർക്കിടക രാശി ദശ, കർക്കിടക രാശി അപഹാരം, ഇത് രണ്ടും വന്നിരിക്കുന്നത്. ഈ കർക്കിടക രാശി ദശ എന്ന് പറഞ്ഞാൽ 19 ജനുവരിയാണ് ഈ സമയം തുടങ്ങിയിരിക്കുന്നത്. 19 ജനുവരി മുതലുള്ള 4 മാസ കാലഘട്ടം, 21 ഇദ്ദേഹത്തിന്റെ പിറന്നാൾ വരെ 21 മെയ് 2025 വരെയുള്ള കാലഘട്ടം, ഈ 4 മാസക്കാലം അദ്ദേഹത്തിന്റെ ദശയും അപഹാരവും കർക്കിടകം രാശിയാണ്. ഈ കർക്കിടകം രാശിയിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഗുണം ഇദ്ദേഹത്തിന് 1, 2, 4, അതായത് ഇദ്ദേഹത്തിന് പ്രഭുത്വ യോഗമാണ്. പ്രഭുത്വ യോഗം മാത്രമല്ല, സാമ്പത്തിക യോഗങ്ങളും കൃത്യമായിട്ട് ഈ ജനുവരി 19 21 മെയ്ക്കും അദ്ദേഹം ഇറക്കുന്ന എല്ലാ സംരംഭങ്ങളും സൂപ്പർ ഹിറ്റായിരിക്കും. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം, എമ്പുരാൻ എന്ന് പറഞ്ഞ പടം മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായിരിക്കും. കാരണം അതിന്റെ നിർമ്മാതാവായിട്ട് നിൽക്കുന്ന ആള് ലാലേട്ടനാണ്. ലാലേട്ടന്റെ ഇപ്പോഴത്തെ കാലഘട്ടം വളരെ വളരെ അനുകൂലം. അത് മണിപ്രവാള രാജയോഗ കാലഘട്ടം. മണിപ്രവാള രാജയോഗം വളരെ ചുരുക്കമായിട്ട് മണിപ്രവാള രാജയോഗ ദശ, മണിപ്രവാള രാജയോഗ അപഹാരം, അതായത് കർക്കിടക രാശി ദശ, കർക്കിടക രാശി അപഹാരം. ഈ കാലഘട്ടം 21 മെയ് വരെ ഉണ്ട്. ഈ സിനിമ ഹിറ്റാവും. ഇത് കഴിഞ്ഞ് 21 മെയ്ക്കുള്ളിൽ വേറെ ഏതെങ്കിലും സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾ ഇറങ്ങാൻ കിടക്കുന്നുണ്ടെങ്കിൽ ആ പടവും ഹിറ്റാവും. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇത് അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ്. എമ്പുരാൻ എന്നുള്ള പടം മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മൾ എമ്പുരാന്റെ ഒരു ഉദാഹരണം പറഞ്ഞു. ഇതുപോലെ നമുക്ക് ഈ സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു പ്രൊഡ്യൂസർക്കോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ആർക്കെങ്കിലും ഒക്കെ
അതിനെ പറ്റിയുള്ളൊരു അതിന്റെ ഒരു ഫ്യൂച്ചറിനെ പറ്റി അറിയാൻ തീർച്ചയായിട്ടും പറയാൻ പറ്റും. പ്രൊഡ്യൂസറുടെ സമയം അറിയാം, ജാതകം കൊണ്ട് നമുക്ക് ആ സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും രാജയോഗങ്ങളുള്ള ദശയോ അപഹാരത്തിലോ അദ്ദേഹം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കണം എന്നുണ്ടെങ്കിൽ, നല്ല സമയമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. പറയുന്ന കാര്യങ്ങൾ 100% കൃത്യമായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സംരംഭങ്ങൾ ഇത് തന്നെയായിട്ട് ബന്ധപ്പെടുത്തി പറയാം. ബിസിനസ് സംരംഭം പൈസ മുടക്കിയുള്ള എന്ത് സംഭവം ബിസിനസ് സംരംഭം, പൈസ മുടക്കുന്നത് കൃത്യമായിട്ട് ലാഭങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഉറപ്പായിട്ടും ആ ഒരു രീതിയിൽ നമുക്ക് പ്രവചിക്കാൻ പറ്റും. പക്ഷെ സമയം വേണം, കൃത്യമായ സമയവും ലഗ്നം കറക്റ്റ് ആയിരിക്കണം. 2 മണിക്കൂറിലാണ് ലഗ്നം മാറുന്നത്. അപ്പൊ സമയം കൃത്യമാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 10 മിനിറ്റ് വേണം കണ്ടുപിടിക്കാം. പക്ഷെ എന്നാലും ഏകദേശം കൃത്യമായിട്ടുള്ള ലഗ്നം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഫലങ്ങൾ പറയാൻ പറ്റും. അതാണ് പ്രവചനം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.